ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ലാസ്റ്റ് എടുത്ത് നിർത്തിയത് ആഹ് പിന്നെ ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഒരു ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ മെയിനായിട്ട് അത് ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓരോ സ്റ്റെപ്പിൽ നിന്നും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഒരു ഫുൾ സെറ്റോട് കൂടി ഒരിക്കലും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പിന്നീടായിരിക്കും കുറച്ചും കൂടി നോളജ് കിട്ടുന്നുണ്ട്. സോ അതൊരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. എനിവേ കോമൺ ആയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഏതാണ് ആ പ്രോബ്ലം ഡൊമൈൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ആ സിസ്റ്റം ഡിസൈൻ ചെയ്യും, അതിന്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. ആ പ്രോട്ടോടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ദ കംപ്ലീറ്റ് എക്സ്പെർട്ട് സിസ്റ്റം ഉണ്ടാക്കും. പിന്നെ അതിന് മെയിൻ്റെനൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പെർട്ട് സിസ്റ്റം എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ യൂണിവേഴ്സിറ്റി 10 മാർക്ക് വെറുതെ അങ്ങ് തരുന്ന പോലെയാണ്. അതായത് നമുക്ക് അറിയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും ഇവർ വളരെ ചെറിയൊരു ആൻസറിന് അവർ 10 മാർക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ ഒരിക്കൽ ചോദിച്ചിട്ടുള്ള CIയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ലിസ്റ്റ് എനി 4 നെയിംസ് ഓഫ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം. നെയിംസ് അല്ല, എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഡെൻട്രൽ, മൈസിൻ, PXDX, CADT. അപ്പോൾ ഒരുപാട് എക്സ്പേർട്ട് സിസ്റ്റംസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇവരൊക്കെ ഇപ്പോഴും ആ ഒരു ബേസ് പ്രൊവൈഡ് ചെയ്ത സിസ്റ്റംസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഡെൻഡ്രൽ? ഡെൻഡ്രൽ ആക്ച്വലി കെമിക്കൽ ഫീൽഡിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പേർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇറ്റ് വാസ് എൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പ്രൊജക്ട്, ഒരു AI പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള കെമിക്കൽ അനാലിസിസ് എക്സ്പേർട്ട് സിസ്റ്റമാണ് ഡെൻഡ്രൽ. അപ്പൊ ആക്ച്വലി ഇവരെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു അൺനോൺ മോളിക്യൂൾ, ഓർഗാനിക് മോളിക്യൂളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് സ്പെക്ട്ര ബേസ് ചെയ്തിട്ടും അതുപോലെ കെമിസ്ട്രിയിലുള്ള നോളജ് ബേസിനെ ബേസ് ചെയ്തിട്ടും കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡെൻഡ്രൽ. ഓക്കെ, മൈസിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സെർവ് ആസ് ദ ബേസ് ഫോർ സോ മെനി എക്സ്പേർട്ട് സിസ്റ്റംസ്. ഓക്കെ, മൈസിൻ കണ്ടുപിടിക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതേപോലെ പിന്നെ മെലിഞ്ചറ്റിക്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവര് വർക്ക് ചെയ്യുന്നത് ഒരു ബാക്ക്വേർഡ് ചെയിനിങ് എക്സ്പേർട്ട് സിസ്റ്റം ആയിട്ടാണ്. അതായത് ഒരു CPU ഓഫ് എക്സ്പേർട്ട് സിസ്റ്റത്തിനെയാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻഫറൻസ് എഞ്ചിന് രണ്ട് രീതിയിലുള്ള വർക്കിംഗ് ആർക്കിടെക്ചർ ഉണ്ട്. അതെല്ലാം ഒന്നാണ് ഫോർവേഡ്, മറ്റേതാണ് ബാക്ക്വേർഡ്. ഇവർക്ക് പല പേരുകളും ഉണ്ട്. അതെ, അതായത് ഇപ്പൊ ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞാല് ഗോൾ ഡ്രിവൺ ചെയിനിങ് ആണ്. ഓക്കെ, അതേപോലെ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഈഫ് ആഡഡ് ആണ്, മറ്റേത് ഈഫ് നീഡഡ് ആണ്. അങ്ങനെ ഫാക്ട് ഡ്രിവൺ, ഡാറ്റ ഡ്രിവൺ ആണ് ഫോർവേഡ്, മറ്റേത് ഗോൾ ഡ്രിവൺ ആണ് ബാക്ക്വേർഡ്. അപ്പൊ അങ്ങനെ പല പേരുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, അതിന് ഡിഫറെന്റ് പേരുകളുണ്ട്. എനിവേ അതിലെ ബാക്ക്വേർഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മൈസിൻ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഇവര് ഗോളിൽ നിന്നാണ് തുടങ്ങുക. ആദ്യമേ അതായത് ഈ രോഗിക്ക് മെലിഞ്ചറ്റിക്സ് ആണെന്ന് ഇവരങ്ങോട്ട് പറയും. എന്നിട്ട് ആ ഹൈപ്പോത്തസിസിനെ ഇവര് തെളിയിക്കണം. ഓക്കെ, അതായത് ആ ഫാക്ട്സുകളെല്ലാം ഇതിന് അനുകൂലമാണ്, ഇയാൾക്ക് ഇത് തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു ഡയഗ്നോസിക്സ് വർക്കിംഗ് ആണ് മൈസിനുള്ളത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഫീൽഡിലാണ് മൈസിൻ വരുന്നത്. ഒരുപാട് ഐറ്റംസ് മെഡിക്കൽ ഫീൽഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി PXDX എന്തിനാന്ന് വെച്ചാല് ലെൻസ് ക്യാൻസറിന്റെ ടൈപ്പും ലെവലും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർ ബോഡിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ, ആ ഷാഡോ ബേസ് ചെയ്തിട്ടാണ് ഇവരെന്തെടുക്കുക,
ഒരു സ്കാനിങ്ങിന് ഓക്കെ. അപ്പോൾ ഇവരെന്തെടുക്കും? അതിന്റെ ടൈപ്പും അതിന്റെ ഡിഗ്രി ഓഫ് ഹാർമും കണ്ടെത്തുക. ഓക്കെ. ഇനി സി എ ഡക്റ്റ്, അത് വീണ്ടും ഒരു ക്യാൻസർ, ഏർലി സ്റ്റേജിൽ തന്നെ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു എക്സ്പെർട്ട് സിസ്റ്റമാണ് കാഡറ്റ്. ഓക്കെ. അപ്പോൾ ഈ സിസ്റ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിലും കൂടുതൽ പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്പേർട്ട് സിസ്റ്റം ത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ.